ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സിലെ നേർധാരാ വൈദ്യുതി അഥവാ DC കറണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് നേർധാരാ വൈദ്യുതി എന്ന് നോക്കാം. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയെയാണ് നേർധാരാ വൈദ്യുതി അഥവാ DC കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് കറണ്ട് എന്നാണ് നേർധാരയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിനെയാണ് നമ്മൾ നേർധാരാ വൈദ്യുതി എന്ന് പറയുന്നത്. വൈദ്യുതി പൊട്ടൻഷ്യൽ കുറവുള്ള ഇടത്തു നിന്ന് കൂടിയ ഇടത്തേക്ക് ഒരേ ദിശയിലേക്കുള്ള ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹത്തിനെയാണ് നമ്മൾ നേർധാരാ വൈദ്യുതി എന്ന് പറയുന്നത്. നമുക്കറിയാം, വൈദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഡയറക്ഷനിലേക്കുള്ള വൈദ്യുതിയുടെ പ്രവാഹത്തിനെ നമ്മൾ എന്തെന്ന് പറയും? നേർധാരാ വൈദ്യുതി എന്ന് പറയും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. നേർധാരയെ മുൻകാലങ്ങളിൽ ഗാൽവനിക് ധാര എന്നും വിളിച്ചിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് കാലങ്ങളിൽ നേർധാരയെ വിളിച്ചിരുന്ന മറ്റൊരു പേരെന്താണ്? ഗാൽവനിക് ധാര. ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, വൈദ്യുതിനെ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ വ്യാവസായിക വൈദ്യുതി വിതരണത്തിന് നേർധാര വൈദ്യുതിയായിരുന്നു ഉപയോഗിച്ചത്. ഓക്കെ, ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് DC കറണ്ട് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏത് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്? പ്രത്യാവർത്തി ധാരാ വൈദ്യുതി അഥവാ AC കറണ്ട് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്രത്യാവർത്തി ധാരാ വൈദ്യുതി അഥവാ AC കറണ്ട്. ഇനി നമുക്ക് DC കറണ്ടിന്റെയും AC കറണ്ടിന്റെയും ഒരു ഡിഫറൻസ് നോക്കാം. AC കറണ്ട് എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും കോൺസിക്യൂട്ടീവായിട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. എന്നാൽ DC കറണ്ട് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിൽ, ഒരേ ഒരു ദിശയിലേക്ക് മാത്രമേ ഇലക്ട്രോണുകളുടെ പ്രവാഹം അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്നുള്ളൂ. സോ അത് ക്ലിയർ ആയിട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ DC-യുടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്നാൽ AC കറണ്ടിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും അല്ലേ? രണ്ട് കോൺസിക്യൂട്ടീവ് സൈക്കിളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട് അഥവാ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇനി അടുത്തതായിട്ട് 19-ാം നൂറ്റാണ്ടിൽ തോമസ് ആൽവ എഡിസൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, നേർധാരാ വൈദ്യുതി കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽവ എഡിസൺ. DC വൈദ്യുതിയെ അപേക്ഷിച്ച് AC വൈദ്യുതി പവർ നഷ്ടം കൂടാതെ കൂടുതൽ ദൂരത്തേക്ക് പ്രേഷണം ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അതായത് പവർ നഷ്ടം കൂടാതെ കൂടുതൽ ദൂരത്തേക്ക് പ്രേഷണം ചെയ്യാൻ സാധിക്കുന്ന വൈദ്യുതി ഏതാണ്? പ്രത്യാവർത്തി ധാര അഥവാ AC വൈദ്യുതിയാണ്. ഓർത്തിരിക്കുക. നേരിയ വൈദ്യുതി പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. നമ്മൾ പറഞ്ഞിരുന്നു, വൈദ്യുതിയുടെ ദിശയും അതുപോലെ തന്നെ അവയുടെ സാന്നിധ്യവും അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടിന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ടോമീറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഇവിടെ മെഷർ ചെയ്യാം. DC കറണ്ടിന്റെ അതായത് നേർധാരാ വൈദ്യുതിയുടെ സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഡ്രൈ സെൽ അതുപോലെ സൗരോർജ്ജ സെൽ പോലുള്ള ബാറ്ററികളാണ് ഇത്തരം ഉപകരണങ്ങളിലെ നേർധാരാ സ്രോതസ് എന്ന് പറയുന്നത്. ഓക്കെ, സോളാർ സെൽസിന്റെ എല്ലാം ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഡ്രൈ സെല്ല്, സോളാർ സെൽ ഇതുപോലെയുള്ള ബാറ്ററികളാണ് ഇവയുടെ സ്രോതസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവയുടെ ഉപയോഗങ്ങളെ കുറിച്ച് നോക്കാം. നേർധാര ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ലഭ്യമായ പ്രത്യാവർത്തി ധാരയെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ വോൾട്ടതയിലാണ് പ്രവർത്തിക്കുന്നത്. AC-നെ അപേക്ഷിച്ച് DC എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞ വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വോൾട്ടതയിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും ഉപകരണങ്ങളും ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? നേർധാരയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. AC വൈദ്യുതിനെ അപേക്ഷിച്ച് DC വൈദ്യുതി എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞ വോൾട്ടതയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും ഉപകരണങ്ങളെല്ലാം ഏത് വൈദ്യുതിയുടെ ബേസിസിലായിരിക്കും? നേർധാരാ വൈദ്യുതി അഥവാ DC വൈദ്യുതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അടുത്തതായിട്ട് വാഹനങ്ങളിലും വൈദ്യുതി ആവശ്യങ്ങൾക്കും വേണ്ടി
നേർധാര ഉപയോഗിക്കുന്നു. വാഹനങ്ങളിലെ ഡൈനമോ പ്രത്യാവർത്തിധാരയാണ് ഉണ്ടാക്കുന്നതെങ്കിലും റെക്ടിഫയർ ഉപയോഗിച്ച് നേർധാരയാക്കി മാറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വാഹനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഡൈനമോ എന്ന് പറയുന്നത് AC കറണ്ട് ആണ്. എങ്കിൽ കൂടിയും റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് അവയെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? DC ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അധിക ലോ വോൾട്ടേജ് ആപ്ലിക്കേഷനുകളിലും ചില ലോ വോൾട്ടേജ് ആപ്ലിക്കേഷനുകളിലും DC സാധാരണയായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, DC കറണ്ടിൻ്റെ ഓരോ ആപ്ലിക്കേഷൻസ് ആണ്, യൂസസ് ആണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതാണ്. നമ്മൾ DC കറണ്ടിൻ്റെ ഒരു ഗ്രാഫാണ് നോക്കുന്നത്. വോൾട്ടേജ് വേഴ്സസ് ടൈം ആണ്. സോ ഇതിൻ്റെ ഷേപ്പ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. കാരണം എന്താണ്? കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലാണ്. സോ ഇതിൽ വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ നമ്മൾ AC കറണ്ടിൻ്റെ നേരത്തെ പഠിച്ചിരുന്നു. AC കറണ്ടിൻ്റെ ഗ്രാഫ് പഠിക്കുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയായിരിക്കും AC കറണ്ടിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേജ് വേഴ്സസ് ടൈം എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ്. നേർധാര വൈദ്യുതിയുടെ ഉപയോഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ഒരു ഗുഡ് ന്യൂസ് അറിയിക്കുകയാണ്. TNPC പോലുള്ള പല പുതിയ പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പ് എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ്. ഇനിയും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓൾറെഡി പ്രീമിയം മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേഷൻ നടത്താവുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ 7th ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ, അവയുമായി കണക്ട് ചെയ്യുന്ന സ്റ്റഡി പ്ലാനുകൾ, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻ, അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ള മെൻ്റർ സപ്പോർട്ട് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് 6 മാസത്തേക്ക് വെറും 890 രൂപയാണ്. എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് 5 എന്ന കോഡ് ഉപയോഗിച്ച് 8921331609 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് ഉണ്ടാവും. റാങ്ക് മേക്കേഴ്സിന്റെ വിജയതന്ത്രമായ PSC ഓൺലൈൻ പരിശീലന മേഖലയിലെ യൂണീക് കൺസെപ്റ്റ് ആയിട്ടുള്ള PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇനി ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പായി പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും അറിയപ്പെടും. ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പിന്റെ ലോഞ്ചിങ് ഓഫറിൽ ഇപ്പോൾ പ്രീമിയം എടുക്കുന്നവർക്ക് കേവലം 845 രൂപയ്ക്ക് 6 മാസത്തെ കാലയളവിന് പകരം 1 മാസം അഡീഷണൽ വാലിഡിറ്റിയോടുകൂടി ലഭ്യമാകുന്നു. ഈ ഓഫർ 29/3/2024 വരെ മാത്രം. എല്ലാവരും ഇപ്പോൾ തന്നെ ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർ ആവുക. നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ നേർധാര വൈദ്യുതിയുടെ ഉപയോഗങ്ങളെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് മിക്കവാറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നേർധാരയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ ലഭ്യമാകുന്ന പ്രത്യാവർത്തിധാര, അതായത് AC കറണ്ടിനെ നേർധാരയാക്കി മാറ്റുന്നതിന് വേണ്ടി ഇത്തരം ഉപകരണങ്ങളുടെ കൂടെ ഒരു നേർധാര പവർ സപ്ലൈ കൂടി ഉപയോഗിക്കുന്നു. അതായത് AC കറണ്ടിനെ DC കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു DC പവർ സപ്ലൈ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടെന്ന് കരുതുന്നു. AC കറണ്ടിനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു DC പവർ സപ്ലൈ കൂടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കുക, DC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെൻസിൻ്റെ പിക്ചേഴ്സാണ്. ഒന്ന് DC ട്രാൻസ്ഡ്യൂസർ ആണ്, അതുപോലെ ATSന്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഗാർഹിക DC ഇൻസ്റ്റാളേഷനുകൾക്ക് സാധാരണയായി വ്യത്യസ്ത തരം സോക്കറ്റുകൾ, കണക്ടറുകൾ, സ്വിച്ചുകൾ, അൾട്ടർനേറ്റ് കറണ്ടിന് യോജിച്ചവയിൽ നിന്നുള്ള ഫിക്ചറുകൾ എന്നിവയുണ്ട്. നേർധാര വൈദ്യുതി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സോക്കറ്റുകൾ, കണക്ടറുകൾ, സ്വിച്ചുകൾ ഇവയെല്ലാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടുതലും ഉപയോഗിക്കുന്ന താഴ്ന്ന വോൾട്ടേജുകൾ മൂലമാണ്. ഉയർന്ന വൈദ്യുതി ധാരകൾ ഒരേ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു. താഴ്ന്ന വോൾട്ടതയിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? DC കറണ്ടിനെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് നീക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തിയെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്ന്, ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നീക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കിനെയാണ്, പ്രവൃത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം
കൂടിയ ഭാഗത്ത് നിന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം കുറഞ്ഞ ഭാഗത്തേക്കാണ് വൈദ്യുതി ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഇവിടെ നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്, വോൾട്ടേജ് കുറഞ്ഞ ഭാഗത്തേക്കാണ് വൈദ്യുതി ഒഴുകുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതാണ്. നമുക്ക് അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ കാണാം. കൂടിയ പൊട്ടൻഷ്യൽ ഭാഗത്ത് നിന്നും കുറഞ്ഞ പൊട്ടൻഷ്യൽ ഭാഗത്തേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഒരു വൈദ്യുത സ്രോതസ്, അതായത് സെൽ ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത്. ഒരു സെല്ല് ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ ആ സെല്ലിൻ്റെ രണ്ടറ്റങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ സെല്ലിൻ്റെ EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവിനെയാണ് വിദ്യുത ചാലക ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ്. ഒരു സെല്ലിൻ്റെ രണ്ടറ്റങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അതുപോലെ നിലനിർത്തുന്നതിനുള്ള ആ ഒരു കഴിവിനെയാണ് വിദ്യുത ചാലക ബലം അഥവാ EMF എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലുള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ആ ഒരു കഴിവിനെ, ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നേർധാര വൈദ്യുതിയെക്കുറിച്ചാണ് പഠിച്ചത്. നേർധാര വൈദ്യുതിയുടെ സ്രോതസ് എന്താണ്, അവയുടെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്താണ്, അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, EMF തുടങ്ങിയ ടേംസ് ആണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ്. ഇനിയും ആരെങ്കിലും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുക. വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.